ഇന്ത്യൻ ടീമിലെ ഭാവി അനിശ്ചിതത്വത്തിൽ തന്നെ നിൽക്കവേ IPLലും സഞ്ജു സാംസണ് വലിയ തിരിച്ചടികൾ വരാനിരിക്കുന്ന സീസണിൽ ഉണ്ടാവാനാണ് സാധ്യത. കാരണം പുതിയ സീസണ് മുമ്പ് റോയൽസിന്റെ തലപ്പത്ത് വലിയ അഴിച്ചുപണികൾ സംഭവിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോയൽസ് ടീമിന്റെ ഡയറക്ടറും കോച്ചുമായ ശ്രീലങ്കയുടെ മുൻ ഇതിഹാസം കുമാർ സംഗക്കാര ടീം വിട്ടേക്കുമെന്നതാണ്. ഇംഗ്ലണ്ട് ദേശീയ ടീമിന്റെ പുതിയ കോച്ചായി അദ്ദേഹം വന്നേക്കുമെന്നാണ് വിവരം. ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ ടീമുകളുടെ കോച്ചായാണ് 46-കാരനായ സംഗക്കാരയെ ക്രിക്കറ്റ് ബോർഡ് നോട്ടമിട്ട് വച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ട് വൈറ്റ് ബോൾ ടീമുകളുടെ ക്യാപ്റ്റനും വെടിക്കെട്ട് ബാറ്ററുമായ ജോസ് ബട്ട്ലർ IPLൽ റോയൽസിന്റെ താരമാണ്. അതിനാൽ തന്നെ സംഗക്കാരയുമായി വളരെ നല്ല സൗഹൃദമാണ് അദ്ദേഹത്തിനുള്ളത്. ഈ കാരണത്താൽ തന്നെ സംഗക്കാരയെ ഇംഗ്ലീഷ് കോച്ചായി കൊണ്ടുവന്നാൽ ഇരുവരും തമ്മിലുള്ള മികച്ച കെമിസ്ട്രിയും ടീമിന് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് ക്രിക്കറ്റ് ബോർഡ് ഉള്ളത്. സംഗക്കാരയെ കൂടാതെ മുൻ ഇംഗ്ലീഷ് സ്റ്റാർ ഓൾറൗണ്ടർ ആൻഡ്രൂ ഫ്ലിൻഡോഫ്, ഓസ്ട്രേലിയയുടെ മുൻ താരം മൈക്കൽ ഹസി എന്നിവരുടെ പേരുകളും പരിശീലക സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ബട്ട്ലറുമായുള്ള അടുത്ത ബന്ധം കാരണം സംഗക്കാരയ്ക്കായിരിക്കും കൂടുതൽ മുൻതൂക്കം ലഭിച്ചേക്കുക. സംഗക്കാരയുടെ വരവ് ഇംഗ്ലണ്ടിന് മുതൽക്കൂട്ടാകുമെങ്കിലും ഇത് റോയൽസിനും നായകൻ സഞ്ജുവിനും വലിയ ക്ഷീണമായി മാറും. കാരണം സഞ്ജുവും സംഗക്കാരയും തമ്മിലുള്ള മികച്ച കെമിസ്ട്രിയാണ് റോയൽസിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. സഞ്ജുവിന്റെ കഴിവുകളും ദൗർബല്യങ്ങളും ഏറ്റവും നന്നായിട്ട് അറിയുന്നയാളാണ് സംഗക്കാര. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഉപദേശവുമെല്ലാം സഞ്ജുവിനെ ഏറെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. റോയൽസിന്റെ കുതിപ്പിലും ഇത് വളരെ നിർണായകമായി മാറിയിട്ടുണ്ടെന്ന് കാണാം. സഞ്ജുവിന്റെ മികച്ച ക്യാപ്റ്റൻസിക്കൊപ്പം സംഗക്കാരയുടെ ഗെയിം പ്ലാനുകളുമാണ് റോയൽസിനെ ഏറ്റവും അപകടകാരികളായി മാറ്റിയിരിക്കുന്നത്. അതിനാൽ തന്നെ ടീമിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം സഞ്ജുവിന് ആവശ്യവുമാണ്. പക്ഷേ റോയൽസ് വിട്ട് സംഗക്കാര ഇംഗ്ലണ്ട് കോച്ചിന്റെ റോളിലേക്ക് മാറിയാൽ അത് എല്ലാം തകിടം മറിക്കും. അങ്ങനെ വന്നാൽ തലപ്പത്തേക്ക് പുതിയൊരാളെ റോയൽസിന് തിരയേണ്ടതായും വരും. അടുത്തിടെ ഇന്ത്യയുടെ പരിശീലക സ്ഥാനമൊഴിഞ്ഞ രാഹുൽ ദ്രാവിഡിനെ പുതിയ കോച്ചായി കൊണ്ടുവരാൻ റോയൽസ് നീക്കം ആരംഭിച്ചതായി അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. നേരത്തെ റോയൽസിന്റെ ക്യാപ്റ്റനും ടീം ഡയറക്ടറുമായെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ദ്രാവിഡിന്റെ വരവ് സഞ്ജുവിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം. കാരണം ഇന്ത്യൻ കോച്ചായിരുന്നപ്പോൾ സഞ്ജുവിന് ദേശീയ ടീമിൽ അദ്ദേഹം വേണ്ടത്ര അവസരങ്ങൾ നൽകിയിരുന്നില്ല. അതിനാൽ തന്നെ സംഗക്കാരയ്ക്ക് പകരം ദ്രാവിഡ് എത്തിയാൽ ഒരുപക്ഷെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി പോലും തെറിക്കാനിടയുണ്ട്. 2021 മുതൽ റോയൽസിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളി വിക്കറ്റ് കീപ്പർ. ക്യാപ്റ്റനായുള്ള ആദ്യ സീസണിൽ ടീമിനെ പ്ലേ ഓവറിൽ എത്തിക്കാനായില്ലെങ്കിലും 2022 റോയൽസിനെ റണ്ണറപ്പാക്കി സഞ്ജു കയ്യടി നേടിയിരുന്നു. 2023 നേരിയ വ്യത്യാസത്തിൽ റോയൽസിന് പ്ലേ ഓഫ് നഷ്ടമായി. എന്നാൽ ഈ വർഷം നടന്ന അവസാന സീസണിൽ സഞ്ജുവിന് കീഴിൽ റോയൽസ് വീണ്ടും പ്ലേ ഓഫിൽ കളിച്ചിരുന്നു.